സ്ട്രോബെറി ഫ്യൂഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വെണ്ടക്കറിയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാ ചെയ്യുന്ന വെണ്ടക്കറിയിൽ നിന്ന് ചെറിയൊരു മാറ്റമുണ്ട് ഇതിന്. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. നമുക്കിതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 10 വെണ്ട എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ നോർമലി കറിക്കൊക്കെ കട്ട് ചെയ്യുന്നില്ല, ആ ഒരു ടൈപ്പിൽ. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയൊരു ചെറുനാരങ്ങയുടെ അത്രയും സൈസിൽ പുളി വേണം. അതൊരു 1/4 കപ്പ് വെള്ളത്തിൽ കുതിർത്തി വെക്കണം. പിന്നെ നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 വറ്റൽമുളക്, 1 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1/4 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ശർക്കര, 1/2 കപ്പ് തേങ്ങ, അതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇനി നമുക്ക് ഈ മുളക്, മല്ലി, കടലപ്പരിപ്പ്, കടുക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം. ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞിട്ട് വേണ്ടി മാത്രം ചെയ്താൽ മതി. ഇനി നമ്മളിത് ചൂട് പോയിട്ട് തേങ്ങേനകത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അരിപ്പൊടി നമ്മൾ ചേർക്കുന്നത് നമ്മുടെ കറി നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിൽ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. അത് പൊട്ടി വരുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച വെണ്ട ചേർത്ത് കൊടുക്കണം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/4 കപ്പ് പുളിവെള്ളം ഇവ ചേർത്തിട്ട് വെണ്ട ഒരു പകുതി വേവാവുന്നവരെ നമ്മൾ വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം, അരപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം നമ്മൾ ഓരോരുത്തരെയും ഇതിനനുസരിച്ച് ചേർത്താൽ മതി. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ശർക്കര. നമ്മൾ കായപ്പൊടി, പുളിയൊക്കെ ചേർക്കുന്നതിൽ കുറച്ച് ശർക്കര ചേർക്കുമ്പോൾ ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്കിതിനൊരു 5 മിനിറ്റ് നല്ല ഫുൾ ഫ്ലെയിമിലിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക് യു. ബൈ.